ആഹാ, മൂത്ത അമ്മായി ലാൻഡ് ചെയ്തല്ലോ. ഇപ്പൊ കോളം തികഞ്ഞിട്ടുണ്ട്. മാണിക്യമംഗലത്തെ മുറ്റത്ത് വിദ്യയുടെ കാർ വന്നു നിന്നതും മുകളിൽ തന്റെ മുറിയിലിരുന്ന അപ്പു ജനൽ വഴി താഴേക്ക് നോക്കി പറഞ്ഞു. ആദിയും അപ്പുവും സൗദാമിനിയും അപ്പുവിന്റെ മുറിയിൽ ഇരിപ്പാണ്. ആരും ഉണ്ടോടി കൂടെ? ആദിയുടെയാണ് ചോദ്യം. ഉണ്ടടാ, ആര്യവും അഞ്ജലിയും ഒക്കെ ഉണ്ട്. ഇവിടുന്ന് എന്തേലും കിട്ടുന്നത് വാങ്ങാൻ വരുന്നതല്ലേ. മക്കളെ ഒന്നും വിട്ടിട്ടില്ല വല്യമ്മായി, അപ്പു പുച്ഛത്തോടെ പറഞ്ഞു. അപ്പോ അങ്ങനെയൊന്നും പറയണ്ട മോളെ. അവരവരുടെ വീട്ടിൽ വന്നു പോകുന്നു. അതിലെന്താ കാര്യമെന്ന് ചെയ്യാൻ നമ്മൾ നിൽക്കണ്ട. ആ വൃന്ദ കിടന്നു പറയുന്നുണ്ടായിരുന്നു സ്വത്ത് ഭാഗം വയ്ക്കാനായിട്ടായിരിക്കും അച്ഛൻ്റെ ഈ വിളി എന്ന്. ആണെങ്കിൽ അത് കഴിഞ്ഞു പോട്ടെ. അപ്പോ ഇതോടെ തീരുമല്ലോ ഇവറ്റവളുടെ ശല്യം. ഒരുതരം അവജ്ഞതയോടെ സൗദാമിനി പറഞ്ഞതും അത് ശരിയാണെന്ന് അപ്പുവിനും ആദിക്കും തോന്നി. അല്ലേലെ തറവാട്ടിൽ പെൺമക്കൾ രണ്ടും കൂടി ഭരണമാണ്. കിട്ടാനുള്ളത് വാങ്ങിച്ചു കൂട്ടുമ്പോൾ എല്ലാം പൊടിയും തൂത്ത് പൊയ്ക്കോടുമല്ലോ എന്ന് അവരും ഓർത്തു. ആഹാ, ചെറിയമ്മയും പിള്ളേരും മുറിയിൽ കയറിയിരുന്ന് ഗൂഢാലോചനയാണോ? അതോ അമ്മായിമാരൊക്കെ പടയായിട്ട് വരുന്നത് കൊണ്ട് പേടിച്ചിരിപ്പാണോ? പെട്ടെന്ന് അനിയുടെ ശബ്ദം കേട്ട് മൂവർ സംഘം ഞെട്ടിത്തിരിഞ്ഞു നോക്കി. അപ്പോഴാണ് മുറിയുടെ വാതുക്കൽ നിൽക്കുന്ന അനിയെയും ചിത്തുവിനെയും അവർ കാണുന്നത്. ഹായ് വലിയേട്ടൻ. അനിയെ കണ്ടപാടെ ആദി ഓടിച്ചെന്നവനെ കെട്ടിപ്പിടിച്ചു. അപ്പോ ഓടിയത് ചിത്തുവിനരികിലേക്കും. ഓ, ഇങ്ങനെയൊരു ഏട്ടനും ഏട്ടത്തിയും ഇവിടെ ഉണ്ടല്ലോ, ഭാഗ്യം. ഞാനും ആദിയുമൊക്കെ ഇവിടെയുള്ള കാര്യം നിങ്ങൾക്ക് അറിയുമോ എന്തോ? നീരസം കലർന്ന വാക്കുകൾ കൊണ്ട് ചുണ്ടുകൊട്ടി അനിയെ നോക്കി പുച്ഛത്തിൽ പറഞ്ഞു അപ്പു. ഡി കാന്താരി, നിന്നെ ആരാടി കോപ്പയെ മൈൻഡാക്കാത്തത്? ഞങ്ങൾക്കൊപ്പം വരുന്നെന്ന് ഞാൻ ചോദിച്ചപ്പോൾ മോൾ എന്താ പറഞ്ഞേ? എന്റെ കുഞ്ഞേട്ടനും ഏട്ടത്തിയമ്മയും കൂടി നിങ്ങളെ ഇവിടെ സ്വൈ ആക്കിയേക്കുവാണ് അല്ലേടി കുരുപ്പേ? അനി പെണ്ണിന്റെ ചെവി പിടിച്ചൊന്ന് കിഴുക്കി. അയ്യോ വിടു വല്യേട്ടാ. വേദന എടുത്തു പിടഞ്ഞ് അപ്പു അനിയുടെ വയറ്റിൽ ചെറുതായി ഇടിച്ചു ഓടി മാറി. അനിയും ചിത്തുവും കൂടി ചിരിയോടെ സൗദാമിനിക്കരികെ ചെന്നിരുന്നു. എന്തേ താമസിച്ചേ? ഞാൻ രാവിലെ തൊട്ട് കാത്തിരിക്കുവായിരുന്നു, അറിയോ? അല്ല, ഉണ്ണിയും ശിവമോളും എവിടെ? വന്നില്ലേ? കുറച്ചു കഴിയുമ്പോൾ അവര് രണ്ടും എത്തും ചെറിയമ്മേ. അവന് അത്യാവശ്യമായി ഒന്ന് ഹോസ്പിറ്റലിൽ പോകേണ്ടി വന്നു. പിന്നെ ശിവയുടെ കാര്യം പറയണോ? അവനില്ലാതെ അവന്റെ പെണ്ണ് വരുവോ? രണ്ടുപേരും ഒന്നിച്ച് ഇറങ്ങിക്കോളാമെന്ന് പറഞ്ഞു. സൗദാമിനിയോട് അനി പറഞ്ഞതും അവരുടെ മുഖം ആദ്യം ഒന്ന് മങ്ങി. എങ്കിലും പിന്നെ ചിത്തുവിനെ നോക്കി നന്നായി ഒന്ന് ചിരിച്ചു. അല്ല, എന്തുണ്ട് എന്റെ മോൾക്ക് വിശേഷം? സുഖമാണോന്ന് ചെറിയമ്മ ചോദിക്കുന്നില്ല. ഈ മുഖത്തെ തിളക്കം കാണുമ്പോൾ എനിക്കറിയാം രണ്ടുപേരും നല്ല സന്തോഷത്തിലാണ്. വാത്സല്യത്തോടെ ചിത്തുവിന്റെ കവിളിൽ തലോടി സൗദാമിനി പറഞ്ഞതും അവളുടെ കണ്ണുകൾ പോയത് അനിയിലേക്കാണ്. അവൻ കണ്ണൊന്നിറുക്കി ഒരു കള്ളച്ചിരി കാണിച്ചതും പെണ്ണിന്റെ തിരിച്ച മുഖം ഒന്നുകൂടി തെളിമയോടെ വിടർന്നു. മുത്തശ്ശിയെ കണ്ടോ നിങ്ങള്? അവിടെ കയറിയിട്ടാ ചെറിയമ്മ ഇങ്ങോട്ട് വന്നത്. ഉണ്ടല്ലേ, ഒരുപാട് മാറിയതുപോലെ. നന്നായി ക്ഷീണിച്ചു. മുഖത്തെ ആ പ്രസാദമൊക്കെ അങ്ങ് പോയി, ചിത്തു പറഞ്ഞു. എങ്ങനെ പോവാതിരിക്കും മോളെ? സൂര്യപ്രഭ പോലെ കൊണ്ടു നടന്ന കുടുംബമല്ലേ. ചിട്ട തകർന്ന മണ്ണ് പോലെ ചിതറിപ്പോയത്. ഒരുപാട് വേദനിക്കുന്നുണ്ട് അമ്മ. അച്ഛനെ പിന്നെ ആ മുറി വിട്ട് കാണാറേ ഇല്ല. നിങ്ങളുടെ ചെറിയച്ഛനും അതെ. ആരോട് ഉള്ള വാശിയാണോ അതോ ഉള്ളിലെ കുറ്റബോധമാണോ എന്നൊന്നും അറിയില്ല. ആ മുറിക്കകത്ത് അടഞ്ഞുകൂടി ഇരിപ്പാ. ഒരു 100 വട്ടം ഞാൻ പറഞ്ഞതാ മക്കളെ ഒന്ന് പോയി കാണാൻ, ഉണ്ണിയോട് ഒന്ന് സംസാരിക്കാൻ. കേൾക്കണ്ടേ? വാശി. ആരോടുള്ള വാശിയാണോ ഇങ്ങനെ നീറ് നീറ് തീർക്കുന്നത്? പറഞ്ഞതും സൗദാമിനിയുടെ കണ്ടമിടറാൻ തുടങ്ങി. അവർ കരഞ്ഞു തുടങ്ങുകയാണെന്ന് മനസ്സിലായ ചിത്തു സൗദാമിനിയെ ചേർത്ത് പിടിച്ചു. അനിയും അങ്ങ് വല്ലാണ്ടായിരുന്നു. എല്ലാവരും അവരവർ ചെയ്തു പോയ തെറ്റിന്റെ ശിക്ഷ അനുഭവിക്കുമ്പോൾ ഇപ്പോഴും മനസ്സിലാവാത്ത ഒന്നാണ് ചെറിയമ്മ. ആര് ചെയ്ത തെറ്റിന്റെ ഫലം വർഷങ്ങളായി അനുഭവിക്കുന്നതെന്ന് ഇപ്പോഴും അറിയില്ല. ചെറിയമ്മ, എന്തായത്? ഏട്ടന്മാരും ഏട്ടത്തിമാരെയും കാണണമെന്ന് പറഞ്ഞിരുന്നിട്ട് ഒടുക്കം ഇങ്ങനെ സെന്റിയാവാതെ. അവർ വരുമ്പോൾ എന്തോ കൊടുക്കണമെന്ന് പറഞ്ഞല്ലോ, അത് മറന്നോ? പെട്ടെന്ന് അപ്പു ചെന്ന് സൗദാമിനിക്ക് മുന്നിൽ മുട്ടുകുത്തിയിരുന്ന് ചിരിയോടെ പറഞ്ഞത് അത് ഓർത്തപോലെ സൗദാമിനിയുടെ മുഖം വിടർന്നു. ശരിയാ, ഞാനത് മറന്നു. പറഞ്ഞുകൊണ്ട് സൗദാമിനി തന്റെ കയ്യിൽ കിടന്ന 2 വളകളിൽ ഒന്ന് ഊരാൻ തുടങ്ങി. അത് കണ്ട ചിത്തുവും അനിയും എന്താന്ന പോലെ പരസ്പരം നോക്കി. ദാ, ഈ തറവാട്ടിൽ കയറി വരുന്ന മരുമക്കൾക്ക് ഭർത്താവിന്റെ അമ്മ വളയിടുന്ന ചടങ്ങുണ്ട്. എന്റെ മക്കൾക്ക് ഇതുവരെ അത് നടന്നിട്ടില്ല. ഈ തറവാട്ടിൽ വെച്ച് തന്നെ അത് ചെയ്യണം എന്നുണ്ട് എനിക്ക്. അതാ കയ്യോടെ എന്റെ മോൾക്ക് ഇത് നൽകാമെന്ന് ഓർത്തെ. എന്റെ വളയിൽ ഒന്നാ ഇത്. ഇത് ചിത്തുമോൾക്ക്, ബാക്കിയുള്ള ഒന്ന് എന്റെ ശിവമോൾക്ക്. പുഞ്ചിരിയോടെ പറയുന്നതിനോടൊപ്പം ചിത്തുവിന്റെ വലത് കൈയിലേക്ക് ആ വള ഇട്ടുകൊടുത്തിരുന്നു സൗദാമിനി. ചിത്തുവിൽ മനസ്സ് നിറഞ്ഞൊരു ചിരി വിടർന്നു. അനിയിലും. ഉണ്ണി സമ്മതിക്കുമ്പോൾ ഇതുപോലെ ശിവമോൾക്കും ഇട്ടുകൊടുക്കണം. അതിനാ ഈ കിടക്കുന്ന ഒരു വള. മരിക്കും മുമ്പ് അതുകൂടി നടക്കണമെന്നുണ്ട്. ഒരു നെടുവീർപ്പോടെ കൂട്ടിച്ചേർത്തു സൗദാമിനി. അതെല്ലാം നടക്കും ചെറിയമ്മ, വിഷമിക്കാതെ. നമ്മൾ ആരും കരുതുന്ന പോലെ അല്ല കുഞ്ഞേട്ടൻ ഇപ്പോൾ. ഒരുപാട് മാറി. അതെ ചെറിയമ്മേ, ഇപ്പോൾ തനി കോഴിയാ. ഹോസ്പിറ്റലും വേണ്ട, ജോലിയും വേണ്ട. ഫുൾ ടൈം കുഞ്ഞേട്ടത്തിയുടെ പുറകെയാ.
അപ്പവും പിറകെ ആദിയും കൂടെ സൗദാമിനിയെ സമാധാനിപ്പിക്കാൻ പറഞ്ഞു. ഡാ ചെക്ക, എൻ്റെ കുഞ്ഞിനെ കോഴിന്ന് വിളിച്ചാലുണ്ടല്ലോ, നിന്റെ ആ മറ്റേ ആൾമാർട്ടം കളി ഞാനങ്ങ് പൊട്ടിക്കും, കേട്ടടോ. മുന്നിൽ വന്നിരുന്ന അപ്പുവിൻ്റെ തലയ്ക്ക് ഒന്ന് കൊട്ടി സൗദാമിനി. ഭാര്യയ്ക്ക് വിശേഷമുണ്ടെന്ന് അറിഞ്ഞാൽ ഏതൊരാണും അങ്ങനെയാ, നിഴൽ പോലെ അവൾക്കൊപ്പം നിൽക്കും. അച്ഛനാകാൻ പോകുന്നതിൻ്റെ സന്തോഷം എങ്ങനെയൊക്കെ വെളിയിൽ കാണിക്കുന്നതെന്ന് ഒരു പുരുഷനും അറിയില്ല. നിന്റെ ഈ വലിയേട്ടന് ഒരു ദിവസം അങ്ങനെ ഒരു ഭാഗ്യം വരുമല്ലോ. അപ്പോൾ ഈ ഇരിക്കുന്നവനും അതുപോലെ നടക്കും, നോക്കിക്കോ. അനിയെയും ചിത്തുവിനെയും കാട്ടി സൗദാമിനി പറഞ്ഞതും അപ്പവും ആദിയും പൊട്ടിച്ചിരിച്ചു. അതിനൊപ്പം കൂടിയ ചിത്തുവിൻ്റെ കവിളുകളിൽ നാണം തുളുമ്പി നിന്നു. ആ കാഴ്ച കണ്ണെടുക്കാതെ നോക്കി അനിയും. സമയം ഇഴയും പോലെ കടന്നുപോയി. തറവാട്ടിൽ നടുമുറിയിൽ മുത്തച്ഛനൊപ്പം എല്ലാവരുമുണ്ട്. മാധവനും മഹേന്ദ്രനും വിദ്യയും കുടുംബവും, പിന്നെ വൃന്ദയും ഭർത്താവും കാർത്തിക്കും കാർത്തികയും. അനിയും ചിത്തുവും സൗദാമിനിക്കൊപ്പം നിൽക്കുകയാണ്. കൂടെ ആദിയും അപ്പവുമുണ്ട്. മുത്തശ്ശി മാത്രം മുറിയിൽ നിന്നിറങ്ങിയില്ല. എല്ലാവരും കാത്തിരിക്കുന്നത് വൈഭവിൻ്റെയും ശിവയുടെയും വരവിനാണ്. അച്ഛാ, ഇതെത്രയാണെന്ന് വെച്ചാ ഇങ്ങനെ നോക്കി നിൽക്കുന്നത്? എല്ലാവർക്കും തിരക്കുള്ളതല്ലേ. ഈ 2 പേർക്ക് വേണ്ടി കാത്തു നിൽക്കാതെ വിളിപ്പിച്ച കാര്യം പറയാൻ മേലെ അച്ഛന്? ക്ഷമ മുറിഞ്ഞ വൃന്ദ മുഷിഞ്ഞ സ്വരത്തിൽ ശേഖരന് മുന്നിൽ വന്നു നിന്ന് പറഞ്ഞതും അയാൾ മകളെ ഒന്ന് നോക്കി. അത്രയ്ക്ക് തിരക്കുള്ളവർക്കൊക്കെ പോകാം, കാത്തിരിക്കാൻ ഞാൻ ആരോടും ആവശ്യപ്പെടുന്നില്ല. വൈഭവും ശിവയും വന്നിട്ട് ഈ നിൽക്കുന്ന വക്കീൽ വാ തുറക്കൂ, മനസ്സിലായോ? അടുത്ത് നിൽക്കുന്ന വക്കീൽ രമേശ് നായരെ ചൂണ്ടി കടുത്ത ശബ്ദത്തിൽ മുത്തശ്ശൻ പറഞ്ഞതും കിടുങ്ങിപ്പോയ വൃന്ദ പിന്നൊന്നും പറയാൻ നിൽക്കാതെ പതിയെ തൻ്റെ ഭർത്താവിൻ്റെ അരികെ ചെന്ന് നിന്നു. കുറച്ചു നേരം കൂടി പോയതും ശേഖരൻ മുഖമുയർത്തി അനിയെ ഒന്ന് നോക്കി. മുത്തച്ഛൻ്റെ ആ നോട്ടം മനസ്സിലായ പോലെ അനി ഫോണെടുത്ത് വൈഭവിനെ വിളിക്കാൻ തുടങ്ങി. ആ നിമിഷം തന്നെ പുറത്ത് മുറ്റത്തെ ഒരു ഇരമ്പലോടെ വൈഭവിൻ്റെ കാർ വന്നു നിന്നു. കാർ നിന്നിട്ടും സ്റ്റിയറിംഗിൽ മുറുകെ പിടിച്ചിരിക്കുന്ന വൈഭവിൻ്റെ കണ്ണുകൾക്ക് രൗദ്രഭാവമായിരുന്നു. എന്തൊക്കെയോ ചുട്ടരിക്കാൻ തക്ക താപമുള്ള പോലെ ആ പൂച്ചക്കണ്ണുകൾ ചുവന്നിരുന്നു. അവനും കൂടെ ഇരുന്ന പെണ്ണിൻ്റെയും അവസ്ഥ മറിച്ചായിരുന്നില്ല. വെളിയിലേക്ക് പായിച്ചു ഇട്ട ശിവയുടെ ചുവന്ന കണ്ണുകളിലും നിറഞ്ഞു നിന്നത് തീയായിരുന്നു. ലതികയിൽ നിന്നും അവൾ അറിഞ്ഞ അണയാത്ത കനലുകളുടെ തീ. ബിച്ചു! കാറിൽ നിന്നും ഇറങ്ങാതെ ഇരിക്കുന്നവരെ കാണാൻ ഉമ്മറത്തേക്ക് വന്ന അനി ഉച്ചത്തിൽ വിളിച്ചതും വൈഭവും ശിവയും ഞെട്ടലോടെ മുന്നിലേക്ക് നോക്കി. അനി കൈകൊണ്ട് എന്തു പറ്റി, വരുന്നില്ലേ എന്ന് ചോദിച്ചതും വൈഭവ് കൈ ഒന്ന് ഉയർത്തി തലയാട്ടി. ഇറങ്ങാൻ പെണ്ണേ. വൈഭവ് ചോദിച്ചതും ഒന്നമർത്തി മൂളി ശിവ. അവൻ ആദ്യം കാറിൽ നിന്ന് ഇറങ്ങിയതും 2 കൈകളും കൊണ്ട് മുഖം ഒന്നമർത്തി പൊത്തി പിടിച്ചു ശിവ. എടുത്തു ചാടി ഒന്നും ചെയ്യരുത്. അവനെ മുന്നിൽ കണ്ടാലും ഉടനെ പ്രതികരിക്കരുത് എൻ്റെ മോള്. അവളുടെ നെഞ്ചിലൂടെ സേതുവിൻ്റെ വാക്കുകൾ കടന്നുപോയി. മുഖം ഒന്ന് വേഗം തുടച്ച് കാറിൽ നിന്നിറങ്ങി ആ മുറ്റത്ത് നിന്നുകൊണ്ട് മുന്നിലെ ആ തറവാടിനെ ഒന്ന് നോക്കിയവൾ. കെട്ടിപ്പൊക്കി വച്ചിരിക്കുന്ന ആ മാളിക കാണുന്തോറും അവളിൽ വല്ലാത്തൊരു പുച്ഛം നിറഞ്ഞു. വാ. വൈഭവ് കൈനീട്ടിയതും അവൾ അധികാരത്തോടെ അവൻ്റെ കൈകളിൽ കൈ ചേർത്തു മാണിക്യമംഗലത്തെ പടി കയറി. ആദ്യമായി ഇതുപോലെ ഈ പടി കയറുമ്പോൾ ജീവിതം മുൻപോട്ട് എന്താകുമെന്ന് പോലും അറിയില്ലായിരുന്നു. പിന്നെ അമ്മയുടെ കൈപിടിച്ച് ഈ പടി ഇറങ്ങിയത് ഇനി ഇങ്ങോട്ടേക്ക് ഒരു തിരിച്ചു വരവില്ലെന്ന് ഉറപ്പിച്ചതാണ്. ഇപ്പോൾ ദാ വീണ്ടും തനിക്ക് ഇന്നീ ലോകം തന്നെ ആയിട്ടുള്ളവൻ്റെ കൈപിടിച്ചു. എല്ലാ അധികാരത്തോടെയും കൂടെ ഒരിക്കൽ കൂടി ഈ പടി കയറുന്നു. ശിവയുടെ മുഖം വിജയച്ചിരിയാൽ നിറഞ്ഞു നിന്നു. ഓ, ആനയിച്ച് എഴുന്നള്ളിച്ചാലല്ലേ രണ്ടും അകത്തോട്ട് കയറത്തുള്ളായിരിക്കും. ഈ വീട്ടിലോട്ട് ഇനി തിരിച്ചു കയറത്തില്ലെന്നും പറഞ്ഞു പോയവളാ. വരട്ടെ, അകത്തേക്ക് കയറുമ്പോൾ നല്ലത് പറയുന്നുണ്ട് ഞാൻ. അനി തിരികെ അകത്തേക്ക് വന്നതും അവന് പിറകെ വൈഭവും ശിവയും വരുമെന്ന് മനസ്സിലായ വൃന്ദ അടുത്തു നിൽക്കുന്ന മകളോടായി നിന്ന് പേപിറത്തു. അതിന് മറുപടി എന്നോണം അമ്മയെ കണ്ണൊന്ന് തിരിച്ചു നോക്കി. കാണാം എന്ന പോലെ നോക്കി കാർത്തിക. അതുതന്നെയായിരുന്നു സംഭവിച്ചത്. അകത്തേക്ക് കയറി വന്ന വൈഭവിനെയും ശിവയെയും കണ്ടവരുടെ കണ്ണൊന്ന് തള്ളി. ഒരുമിച്ച് കൈപിടിച്ച് തലയെടുപ്പോടെ പ്രൗഢിയിൽ ആർക്കും തടുക്കാൻ പറ്റാത്ത ഒരു ശക്തമായ ദമ്പതികളെപ്പോലെ അകത്തേക്ക് വരുന്നവരെ ഇമ ചിമ്മാതെ നോക്കി നിന്നുപോയി അവർ എല്ലാം. വാ അടഞ്ഞുപോയ വൃന്ദ നിന്നിടത്ത് തന്നെ ഒതുങ്ങി നിന്നു. സൗദാമിനിയാണെങ്കിൽ ശിവയ്ക്ക് അടുത്തേക്ക് പോകാൻ തോന്നി. എന്നാൽ വൈഭവിനെ ഓർത്തു മടിച്ചു. അവർ അവിടെ മാറി നിന്നു. ശിവ ആണേൽ ആരേലും നോക്കിയില്ല. കണ്ണുകൾ ആർക്കു നേരെയും പായിക്കാൻ അവൾക്ക് തോന്നിയില്ല. അറിയാതെ പോലും ആ ഒരാളിൽ കണ്ണുടർക്കരുതെന്ന് അവൾക്ക് തോന്നി. മനസ്സിനെ സ്വന്തമാക്കി നിർത്തുന്നതിനൊപ്പം അവളുടെ കണ്ണുകൾ ആകെ നോക്കിയത് വൈഭവിലാണ്. ഗൗരവം മാത്രം തിങ്ങി നിൽക്കുന്ന ആ മുഖം അവൾക്കപ്പോൾ വായിക്കാനായില്ല. അവിടെ തെളിഞ്ഞു നിൽക്കുന്നത് കോപമാണോ അതോ എന്തിനെങ്കിലും വേണ്ടിയുള്ള കാത്തിരിപ്പാണോ അതോ അവളെ കൊണ്ട് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ടായിരുന്നില്ല. ഈ സമയമെല്ലാം വിദ്യയുടെ കണ്ണുകൾ ശിവയിലായിരുന്നു. ഗൂഢമായ ചിരിയോടെ ശിവയെ നോക്കുന്ന അവരെ പേടിയോടെ നോക്കി അഞ്ജലി. വൈഭവും ഭാര്യയും വന്നല്ലോ, എന്നാൽ ഇനി കാര്യങ്ങളിലേക്ക് കടക്കാമങ്ങുന്നേ. രാജീവ് വക്കീൽ മുത്തശ്ശനോടായി പറഞ്ഞതും അയാൾ ഒന്ന് തല കുലുക്കി എല്ലാവരെയും ആയി നോക്കി. ഞാനിന്ന് എന്തിനാ നിങ്ങളെ ഇവിടെ വിളിപ്പിച്ചതെന്ന് എല്ലാവർക്കും ഇതിനോടകം ബോധ്യമായിട്ടുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം.
ശേഖരവർമ്മ പറഞ്ഞു തുടങ്ങിയതും അവിടെ കൂടി നിന്നവരുടെ എല്ലാം ശ്രദ്ധ അയാളിലേക്ക് ചെന്നു. 7 പതിറ്റാണ്ട് ഈ ഭൂമിയിൽ ജീവിച്ചു മക്കളും മരുമക്കളും കൊച്ചുമക്കളും ഒക്കെയായി, കൂടെ ഒരുപാട് സമ്പാദ്യവും. ഇതൊക്കെ ആർക്കു വേണ്ടിയാണ് ഉണ്ടാക്കിയത് എന്നതിന് ഒറ്റ ഉത്തരമേ ഉള്ളൂ: എൻ്റെ തലമുറയ്ക്ക് വേണ്ടി. അപ്പോൾ കണ്ണടയ്ക്കും മുന്നേ അർഹതപ്പെട്ടവർക്ക് അവർ അർഹിക്കുന്ന മുതൽ കൊടുക്കണമെന്ന് തോന്നി. അതിനാ ഇന്നത്തെ ഈ കൂടിക്കാഴ്ച. എൻ്റെ മക്കൾക്ക് അവർക്ക് വേണ്ടതെല്ലാം വേണ്ടുന്ന സമയത്ത് ഞാൻ കൊടുത്തിട്ടുണ്ട്, വാമിക്കൊഴികെ. ഇനി ബാക്കി നിൽക്കുന്നത് എൻ്റെ കൊച്ചുമക്കൾക്കാണ്. അത് ആർക്കൊക്കെ എന്തൊക്കെയാണെന്ന് ഞാൻ എഴുതി തയ്യാറാക്കി വക്കീലിനെ ഏൽപ്പിച്ചിട്ടുണ്ട്. അയാൾ അത് വായിക്കും. എൻ്റെ തീരുമാനമാണ് അത്. അതിൽ ഒരു മാറ്റവുമില്ല. പറഞ്ഞു നിർത്തിക്കൊണ്ട് ശേഖരൻ വക്കീലിനെ നോക്കിയതും അയാൾ എഴുന്നേറ്റ് നിന്ന് കയ്യിലുള്ള ഫയൽ തുറന്ന് വായിക്കാൻ തുടങ്ങി. മാണിക്യമംഗലത്തിന് കീഴിലായുള്ള ലണ്ടനിലായുള്ള ഗ്രൂപ്പ്സ് എന്ന കമ്പനിയുടെ പൂർണ്ണ അധികാരവും നടത്തിപ്പവകാശവും ലണ്ടനിലായുള്ള ഗ്രൂപ്പ്സ് റോയൽ ഹോട്ടലിന്റെ 50% ഷെയറും കൂടാതെ നാട്ടിലെ കോർപ്പറേറ്റ് കമ്പനിയുടെ 50% ഷെയറും അനിരുദ്ധ് മാധവന്റെ അവകാശ പരിധിയിലായിരിക്കും. ബാക്കി വരുന്ന ഹോട്ടലിന്റെ 50% ഷെയറും കമ്പനിയുടെ മിച്ചം ഷെയറും കൂടാതെ മൂന്നാറിലുള്ള ടീ എസ്റ്റേറ്റും ഫാം ഹൗസും ആദിത്യന്റെയും അപർണയുടെയും അവകാശ പരിധിയിലായിരിക്കും. മംഗലത്ത് ഗ്രൂപ്പിന്റെ കീഴിലുള്ള സ്കൂളിന്റെയും ടൗണിലായുള്ള മംഗലത്ത് ജ്വല്ലറിയുടെയും എറണാകുളത്തായുള്ള ഫ്ളാറ്റും അപർണയുടെ അവകാശ പരിധിയിലായിരിക്കും. ടൗണിലായുള്ള മംഗലസ് ഡയഗ്നോസ്റ്റിക് സെന്റർ, അതിനോട് ചേർന്നുള്ള ഫാർമസി സെന്റർ, ടൗണിൽ തന്നെയുള്ള ജ്വല്ലറിയും അഞ്ജലിക്കും ആരതിക്കും തുല്യമായി അവകാശമുണ്ടായിരിക്കുന്നതാണ്. ഊട്ടിയിലായുള്ള എസ്റ്റേറ്റും അതിനോട് ചേർന്നുള്ള റെസിഡൻസ് റിസോർട്ടിന്റെയും 50% ഷെയറും കൂടാതെ ടൗണിലായുള്ള സൂപ്പർ മാർക്കറ്റും കാർത്തിക്കിന്റെ അവകാശ പരിധിയിലായിരിക്കും. എസ്റ്റേറ്റിന്റെയും റിസോർട്ടിന്റെയും മീതി ഷെയറുകളും കാർത്തികയ്ക്ക് അവകാശപ്പെട്ടത്. സൗപർണിക ഹോസ്പിറ്റലും അതിന്റെ നടത്തിപ്പവകാശവും മംഗലത്ത് കോളേജും കൂടാതെ ഗ്ലാസ് ഫാക്ടറിയും അതിന്റെ നടത്തിപ്പവകാശവും കൊച്ചിയിലായുള്ള മംഗലത്ത് ഹോട്ടലും വൈഭവിന്റെ ഉടമസ്ഥയിലും അവകാശ പരിധിയിലായിരിക്കും. ഇനി ബാക്കി വരുന്ന മാണിക്യമംഗലത്തിന്റെ കീഴിലായുള്ള വസ്തുവകകൾ, അതായത് മാണിക്യമംഗലം തറവാട് വീട്, അതിനോട് ചേർന്നുള്ള 2 ഏക്കർ വസ്തുവും കൂടാതെ പരമ്പരാഗതമായി കൈമാറി വരുന്ന സ്വത്തുക്കളായ കുടുംബക്ഷേത്രത്തിനോട് ചേർന്നുള്ള തറവാട് പുരയിടവും അതിനോട് ചേർന്നുള്ള വസ്തുവും മംഗലം ടെക്സ്റ്റൈൽസും ഗാർമെന്റ്സും ശിവാമിയുടെ അവകാശ പരിധിയിലായിരിക്കും എന്ന് മാണിക്യമംഗലത്തെ ശേഖരവർമ്മ തീർപ്പാധാരമാക്കിയിരിക്കുന്നു. രാജീവ് പറഞ്ഞു തീരുന്നതും ഇടുത്തി വീണ പോലെ നെഞ്ചിൽ കൈവച്ചു നിന്നു വൃന്ദ. വിദ്യയുടെയും ഭാവം മറച്ചല്ലായിരുന്നു. തങ്ങളുടെ മക്കൾക്ക് ആവശ്യത്തിലധികവും കിട്ടി. പക്ഷേ വൈഭവിനും ശിവാമിക്കും കിട്ടിയ സ്വത്തിന്റെ അറ്റത്ത് പോലും കെട്ടാനാവില്ല അവരുടേത്. ഇതെന്ത് ന്യായമാച്ചാ? നല്ല വിറ്റുവരവ് കിട്ടുന്ന മുതലെല്ലാം വൈഭവിനും ശിവാമിക്കും. എന്റെ മക്കൾക്കാണേൽ ആർക്കും വേണ്ടാത്ത ആ മലമൂട്ടിലെ പഴയ കെട്ടിടവും ഒരു സ്വർണ്ണക്കടയും. ഇത് ഞാൻ സമ്മതിക്കില്ല. കൊടുക്കുമ്പോഴെല്ലാം തുല്യമായി കൊടുക്കണം. ആക്രോശിച്ചുകൊണ്ട് വൃന്ദ ശേഖരന്റെ മുന്നിൽ ചെന്നു. ഇത് കണ്ട വിദ്യയുടെ കണ്ണുകൾ തിളങ്ങി. വൃന്ദയായിട്ട് ഒരവസരം ഉണ്ടാക്കുകയാണെന്ന് അവൾ ഓർത്തു. വൃന്ദേ, അച്ഛൻ തീരുമാനം പറഞ്ഞല്ലോ, പിന്നെന്തിനാ നീ ഇങ്ങനെ ഒച്ച ഉണ്ടാക്കുന്നത്? നിന്റെ മക്കൾക്ക് ഒന്നും കുറച്ചില്ലല്ലോ അച്ഛൻ, പിന്നെന്താ? ദേഷ്യത്തിൽ ചോദിച്ചുകൊണ്ട് വൃന്ദയ്ക്ക് മുന്നിലേക്ക് ചെന്നു മഹേന്ദ്രൻ. ഓഹോ, ഞങ്ങളുടെ മക്കൾക്ക് കിട്ടി പോലും. ഏട്ടൻ എന്താ, ഏട്ടന്റെ മോനും മരുമകൾക്കും കൊട്ടക്കണക്കിന് കിട്ടിയില്ലേ? അതുകൊണ്ട് ഏട്ടൻ ഓക്കെ ആയിരിക്കും. പക്ഷേ അച്ഛന്റെ ഈ തീരുമാനത്തിൽ എനിക്കും വിയോജിപ്പുണ്ട്. അത് പറഞ്ഞത് വിദ്യയായിരുന്നു. ഉറഞ്ഞു തുള്ളി മുന്നോട്ട് ചെല്ലുന്നതിനോടൊപ്പം വൈഭവിന്റെയും ശിവയുടെയും അരികിലായി വന്നു നിന്നു അവർ. ഇത് പ്രതീക്ഷിച്ചതുപോലെ ആദിയും അപ്പുവും പരസ്പരം നോക്കി. ഈ വഴക്കെല്ലാം കേട്ടതും ശിവ എല്ലാവരിൽ നിന്നും മുഖം വെട്ടിച്ചു. ഈ ഒച്ചപ്പാടിന്റെ അന്തരീക്ഷത്തിനൊപ്പം ഉള്ളിൽ കിടന്നു മുറങ്ങുന്നതിനൊക്കെ കൂടിയായപ്പോൾ അവൾക്ക് വീർപ്പ് മുട്ടാൻ തുടങ്ങി. ശേഖരവർമ്മ പതുക്കെ കസേരയിൽ നിന്ന് എഴുന്നേറ്റു. മുന്നിൽ നിൽക്കുന്ന പെൺമക്കളെ ഒന്ന് നോക്കി. ന്യായമല്ലേ? എൻ്റെ മക്കൾക്ക് ഞാൻ ചെയ്തത് ന്യായമറിയണോ? എങ്കിൽ കേട്ടോ, എൻ്റെ പെൺമക്കളായ നിങ്ങൾ 2 പേർക്കും ഇന്നോളം നിങ്ങൾ ആവശ്യപ്പെടുന്നതിലും കൂടുതൽ ഞാൻ തന്നിട്ടുണ്ട്. അത് നിങ്ങളുടെ ഭർത്താക്കന്മാരോട് കൂടെ ചോദിച്ചാൽ മതി. അവര് പറയും. കച്ചവടം, ജോലി എന്നൊക്കെ പറഞ്ഞ് 2 പേരും കൂടി വാങ്ങിച്ചു കൊണ്ടുപോയി മുടിപ്പിച്ച മുതലിന് കണക്കില്ല. ദേഷ്യമൊട്ടും കുറയ്ക്കാതെ തന്നെ ശേഖരൻ അത് പറഞ്ഞതും സുരേഷിന്റെയും രാജീവിന്റെയും മുഖം താണു. ഓരോ ബിസിനസ് എന്ന് പറഞ്ഞു അച്ഛൻ്റെ കയ്യിൽ നിന്ന് ഒരുപാട് പറ്റിയിട്ടുണ്ട് അവർ. അതുകൊണ്ട് തന്നെ ഏത് മകൻ എത്ര നേടി എന്നതല്ല, ഏത് മകൻ എത്ര സഹിച്ചു, എത്ര നഷ്ടപ്പെടുത്തി എന്നതാ ഞാൻ നോക്കിയത്. കച്ചവടമാണേലും സ്നേഹം ബഹുമാനം കൊണ്ടാണേലും എനിക്ക് മികവുറ്റതായി തോന്നിയ എൻ്റെ കൊച്ചുമക്കൾക്ക് ഞാൻ മികച്ചത് കൊടുത്തത്. ഓഹോ, അപ്പോ ഞങ്ങളുടെ മക്കളെല്ലാം മോശക്കാർ, ആരെയും വേണ്ടാന്ന് പറഞ്ഞ് ഈ വീട് വിട്ട് ഇറങ്ങിപ്പോയ വൈഭവും അവന്റെ ഭാര്യയുമാണ് അച്ഛന് മികച്ചതല്ലേ? അതെ. താൻ പറഞ്ഞു പൂർത്തിയാക്കിയതിന്റെ പിറകെ വീണ്ടും വൃന്ദ ചോദിച്ചുകൊണ്ട് ചെന്നതും ദൃഢമായ ശബ്ദത്തിൽ ഉച്ചത്തിൽ മകളോട് അലറി ശേഖരവർമ്മ. ഉണ്ണി ഈ വീട്ടിൽ നിന്ന് പോയത് ഒന്നും എടുത്തുകൊണ്ടല്ല, മറിച്ച് എല്ലാം ഉപേക്ഷിച്ചാണ്.
അന്ന് ഞാൻ അവനെ തടഞ്ഞില്ല. കാരണം അവൻ തിരിച്ചു വരണം എന്നെനിക്കുണ്ടായിരുന്നു. എല്ലാം അധികാരത്തോടെയും തന്നെ. കാരണം അവൻ നിന്റെ മക്കളെപ്പോലെ ഒന്നും തുലച്ചിട്ടില്ല. മറിച്ച് 100 ഇരട്ടിയായി സമ്പാദിച്ചിട്ടേ ഉള്ളൂ. അതുപോലെ ശിവമോള്. പറയുന്നതിനിടെ ശേഖരന്റെ കണ്ണുകൾ വൈഭവിൽ നിന്ന് ശിവയിലേക്ക് മാറി. ഈ കുട്ടി, ഇവളും എന്റെ പേരക്കുട്ടിയാ. അന്ന് ഇവളീ വീട് വിട്ടു പോയപ്പോൾ കയ്യിലുണ്ടായത് വേദന മാത്രമായിരുന്നു. പക്ഷേ തിരിച്ചു വന്നത് തകർന്നവളായല്ല. ഈ മാണിക്യമംഗലത്തിൽ തന്നെ താങ്ങി നിർത്താൻ കഴിയുന്ന ശക്തിയോടെ ആവണം എന്നുണ്ടായിരുന്നു എനിക്ക്. അത് സാധിച്ചു. കണ്ണു നിറച്ചുകൊണ്ട് പറഞ്ഞ ശേഖരന്റെ ആ വാക്കുകൾ ശിവയുടെ നെഞ്ചിൽ നേരെ വീണു. അവളുടെ കണ്ണുകൾ അറിയാതെ നനഞ്ഞു. തളർന്ന ചുണ്ടുകളിൽ വിജയം പുഞ്ചിരിച്ചു നിന്നു. ശേഖരവർമ്മ പതുക്കെ കണ്ണടച്ച് ഒരു ദീർഘശ്വാസം എടുത്തു. ഇനി ഈ വിഷയം ഇവിടെ അവസാനിച്ചു. ആർക്കെങ്കിലും ഇതിൽ എതിർപ്പുണ്ടെങ്കിൽ അത് നിയമപരമായി നേരിടാം. പക്ഷേ എന്റെ തീരുമാനത്തിൽ ഒരു മാറ്റവുമില്ല. ദൃഢനിശ്ചയത്തിൽ ഉച്ചത്തിൽ പൊങ്ങിയ ശേഖരന്റെ വാക്കുകൾ ആ വീട് മുഴുവൻ മുഴങ്ങി. ഒരു നിമിഷം ആരും ഒന്നും പറയാതെ നിന്നുപോയ നിശബ്ദത അവിടെ പൊങ്ങി. പക്ഷേ ആ നിശബ്ദതയിൽ പോലും വിദ്യയുടെ ഉള്ളിൽ മാത്രം ഒരു തീ ആളിക്കത്തുകയായിരുന്നു. ശിവയുടെ മുഖത്ത് തെളിഞ്ഞ ആ മങ്ങിച്ചിരി, കണ്ണുകളിൽ നിറഞ്ഞ വിജയം, അതെല്ലാം വിദ്യയ്ക്ക് സഹിക്കാവുന്നതിലും അപ്പുറമായിരുന്നു. അപ്പോൾ പെട്ടെന്ന് ഒരു വേദന പോലെ തോന്നിയ ശിവ പതിയെ തലയ്ക്ക് പിടിച്ചു. ഈ ഒച്ചപ്പാടുകൾക്കിടയിൽ ശ്വാസം മുട്ടുന്ന പോലെ നെഞ്ചിൽ നിറഞ്ഞു വരുന്നു. വയറിൽ ഒരസ്വസ്ഥത. അത് കണ്ട വിദ്യയുടെ കണ്ണുകൾ ഒന്ന് കൂർത്തു. അവൾ ചുറ്റും നോക്കി. വൃന്ദ വീണ്ടും ഓരോന്ന് പറഞ്ഞ് തട്ടിക്കേറുകയാണ്. അതിന് മറുപടി കൊടുക്കുന്നുണ്ട് മഹേന്ദ്രൻ. എല്ലാവരുടെയും ശ്രദ്ധ അവിടെയാണ്. ഇതാണ് പറ്റിയ അവസരം. അവർ തന്റെ പിന്നിൽ നിൽക്കുന്നവനെ ഒന്ന് നോക്കിയിട്ട് തക്കം പാത്തിരുന്നത് പോലെ വിദ്യയുടെ കൈകൾ മുന്നോട്ട് ചലിച്ചു. ശിവ ചെറുതായി ഒന്ന് ആടി. മഴക്കം വീഴും പോലെ. അത് തന്നെയായിരുന്നു വിദ്യ കാത്തിരുന്നത്. ഒരു നിമിഷം പോലും ആലോചിക്കാതെ വിദ്യ മുന്നോട്ട് ചാടി ഇരു കൈകൾ കൊണ്ട് ശിവയെ പിന്നിൽ നിന്നും ശക്തിയായി തള്ളി. ശിവയുടെ കാലുകൾ തന്നെ. സമത്വം നഷ്ടപ്പെട്ട അവളുടെ ശരീരം മുന്നോട്ട് കുനിഞ്ഞു. അവളുടെ കൈകൾ അറിയാതെ തന്നെ വയറിലേക്ക് ചേർന്നു. അവളുടെ ഒച്ച പൊങ്ങിയ ആ നിമിഷം അവിടെ കൂടി നിന്നവർ എല്ലാം ഞെട്ടിപ്പോയ മിഴികളുമായി സ്തംഭിച്ചു പോയി. മോളെ! സൗദാമിനി ഉച്ചത്തിൽ നിലവിളിച്ചു പോയി. എല്ലാവരുടെയും ഹൃദയം ഒരുമിച്ച് ഇടിച്ചിറങ്ങിയ പോലെ. എന്നാൽ ശിവ നിലത്ത് വീഴും മുന്നേ അവളുടെ പ്രിയപ്പെട്ടവന്റെ കരങ്ങൾ പെണ്ണിനെ ചുറ്റിപ്പിടിച്ചു. അവളുടെ ശരീരം അവന്റെ നെഞ്ചിലേക്ക് വീണു. ഒരു നിമിഷം പോലും വൈകാതെ വൈഭവ് അവളെ മുറുകെ പൊതിഞ്ഞു പിടിച്ചു നിർത്തി. ആമി! നേർത്ത സ്വരത്തിൽ അവൻ വിളിക്കുമ്പോൾ അവന്റെ ശബ്ദത്തിൽ പേടിയും ദേഷ്യവും ഒരുമിച്ച് നിറഞ്ഞിരുന്നു. ശിവയുടെ മുഖം വെളുത്തുപോയിരുന്നു. ശ്വാസം പിരിയുന്ന പോലെ. ഒരു കൈ വയറ്റിൽ ചേർത്ത് പിടിച്ചു. മറ്റേ കൈ അവന്റെ ഷർട്ടിൽ മുറുകെ പിടിച്ചു. ശിവ! ഉണ്ണീട്ടാ! എനിക്ക് വാക്കുകൾ പൂർത്തിയാക്കാനാകാതെ ശിവയുടെ ശബ്ദം ഒടിഞ്ഞു. തളർച്ചയോടെ വൈഭവിന്റെ നെഞ്ചിൽ മുഖം പൂഴ്ത്തി പെണ്ണു. അത് കണ്ട നിമിഷം മുറിയിൽ നിന്നിരുന്ന എല്ലാവരും ഒറ്റയടിക്ക് അവരിലേക്ക് തിരിഞ്ഞു. ഇപ്പോൾ വരെ വഴക്കിലായിരുന്ന വൃന്ദയും മഹേന്ദ്രനും പോലും വാക്കുകൾ വിഴുങ്ങി നിശബ്ദരായി. അപ്പുവും ചിത്തുവാണ് ആദ്യം ശിവയ്ക്കരികിലെത്തിയത്. വൈഭവ് അടക്കം എല്ലാവരും ശിവയിൽ ഒതുങ്ങിയ നിമിഷം. കണ്ണുകളിൽ ഒരു നിമിഷം പോലും മടിയില്ലാതെ അവൻ പിന്നിൽ നിന്ന് വൈഭവിന്റെ അടുത്തേക്ക് നീങ്ങി. കയ്യിൽ ഒളിപ്പിച്ചിരിക്കുന്ന മിനുങ്ങുന്ന കത്തി വായുവിൽ ഉയർന്നു. ഉണ്ണി! ഉടനടി ആ നിലവിളി അവിടെ ഉയർന്നു. ഒപ്പം മുത്തു ചിതറും പോലെ ചുടുചോര അവിടെ ചിതറി.